ഹായ് ഡിയേഴ്സ്, പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. കുമ്പളങ്ങയോ മത്തനോ ചേനയോ ഏത് പച്ചക്കറി ഉപയോഗിച്ചിട്ടാണെങ്കിലും ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു നാടൻ കറിയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിന്റെ കൂടെ തന്നെ ഒരു ഉപ്പേരി ഉണ്ട്. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂടെ തന്നെ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. ഞാനിപ്പോൾ ഇന്നിവിടെ കാണിക്കുന്നത് ചൗച്ചോ അല്ലെങ്കിൽ ബാംഗ്ലൂർ കത്രിക്ക എന്നൊക്കെ പറയാറുള്ള ഒരു വെജിറ്റബിൾ യൂസ് ചെയ്തിട്ടുള്ള കറിയാണെന്നുണ്ടെങ്കിലും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഏത് വെജിറ്റബിൾ യൂസ് ചെയ്തിട്ടാണെന്നുണ്ടെങ്കിലും ഈ കറി ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. പപ്പായ യൂസ് ചെയ്തിട്ടും ഇതേപോലെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ചൗച്ചോവിന്റെ ടേസ്റ്റ് തന്നെ അത് കിട്ടാറുണ്ട് കേട്ടോ. ഈ കറി ഉണ്ടാക്കാനായിട്ട് നമ്മൾ ആദ്യം ചെയ്യാറുള്ളത് പരിപ്പ് വേവിച്ചെടുക്കലാണ്. പരിപ്പിന്റെ കൂട്ടത്തിൽ നമ്മൾ എപ്പോഴും വെളുത്തുള്ളി കൂടെ ആഡ് ചെയ്യാറുണ്ട് കേട്ടോ. വെളുത്തുള്ളി ആവശ്യമെങ്കിൽ മാത്രം ആഡ് ചെയ്താൽ മതി. നമ്മൾ പരിപ്പിന്റെ കൂട്ടത്തിൽ എപ്പോഴും വെളുത്തുള്ളി ആഡ് ചെയ്യാറുള്ളത് കൊണ്ടാണ് അതുകൂടെ ഇട്ട് കൊടുത്തത്. പരിപ്പ് അടുപ്പത്ത് വെച്ച് അത് വെന്ത് വരുന്ന സമയം കൊണ്ട് തന്നെ നമ്മളുടെ ഈ ചൗച്ചോ അല്ലെങ്കിൽ ബാംഗ്ലൂർ കത്രിക്ക എന്ന് പറയുന്ന ആ വെജിറ്റബിളിന്റെ തോലുകളെ ചെറിയ കഷ്ണങ്ങളായി മുറിച്ചെടുത്തിട്ടുണ്ട്. നമ്മളിപ്പോ പരിപ്പ് 5 വിസിൽ വന്നപ്പോഴാണ് ഓഫ് ചെയ്തത്. 4 or 5 വിസിലിൽ തന്നെ പരിപ്പ് ആവശ്യത്തിന് വെന്ത് വരാറുണ്ടല്ലോ. ഇനി അതിലേക്ക് നമ്മളിപ്പോൾ മുറിച്ചെടുത്ത കഷ്ണങ്ങൾ കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കഷ്ണങ്ങളുടെ കൂടെ തന്നെ മഞ്ഞപ്പൊടിയും കറിക്ക് ആവശ്യമായിട്ടുള്ള അത്രയും ക്വാണ്ടിറ്റിയിൽ മുളക് പൊടിയും ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇതെല്ലാം കൂടെ നല്ല രീതിയിൽ ഒന്ന് ഇളക്കി ചേർത്തിട്ട് അടച്ചു വെച്ച് വേവിച്ചെടുക്കുന്നുണ്ട്. കുക്കറിന്റെ അടപ്പ് നമ്മൾ ടൈറ്റ് ചെയ്ത് അടച്ചിട്ടില്ല കേട്ടോ. ജസ്റ്റ് ഇങ്ങനെ മുകളിൽ വെറുതെ വെച്ചിട്ടേ ഉള്ളൂ. ഈ വെജിറ്റബിൾ പെട്ടെന്ന് വേവുന്നത് കൊണ്ട് തന്നെ വിസിൽ വരേണ്ട ആവശ്യമില്ലല്ലോ. കുറച്ച് സമയം തിളയ്ക്കുമ്പോൾ തന്നെ അത് വെന്ത് വരുമല്ലോ. അത് വെന്ത് വരുമ്പോഴത്തേനും ഇതിന് വേണ്ട അരപ്പ് കൂടെ റെഡിയാക്കാം. തേങ്ങയിലേക്ക് ചെറിയ ജീരകം മാത്രമാണ് ആഡ് ചെയ്ത് കൊടുത്തത്. കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നല്ല രീതിയിൽ തന്നെ അരച്ചെടുക്കാം. ചെറിയ കഷ്ണങ്ങളായിട്ട് തന്നെ മുറിച്ചെടുത്തത് കൊണ്ട് കുറച്ച് സമയം തിളയ്ക്കുമ്പോഴത്തേനും തന്നെ കഷ്ണം നല്ല രീതിയിൽ വെന്ത് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ അരച്ചെടുത്ത തേങ്ങ കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അരപ്പിന്റെ കൂടെ തന്നെ കുറച്ച് വെള്ളം കൂടെ അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമുക്ക് ആവശ്യമായിട്ടുള്ള കറിയുടെ തിക്നെസ്സിനനുസരിച്ചിട്ട് വെള്ളത്തിന്റെ ക്വാണ്ടിറ്റിയിൽ ചേഞ്ചസ് വരുത്താം കേട്ടോ. അരപ്പും വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് 4-5 മിനിറ്റ് തിളപ്പിച്ചെടുക്കാം. ഇനി അതിലേക്ക് താളിച്ചൂടെ കൊട്ടിയാലേ കറി റെഡിയാവും. താളിക്കാനായിട്ട് നമ്മൾ വെളിച്ചെണ്ണയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് കടുക് ഇട്ട ശേഷം വറ്റൽ മുളകും കറിവേപ്പിലയും മാത്രമാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഈ കറി ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ വെളുത്തുള്ളിയോ ചെറിയുള്ളിയോ ഒന്നും താളിക്കുമ്പോൾ ആഡ് ചെയ്യാറില്ല കേട്ടോ. അങ്ങനെ ആഡ് ചെയ്യുമ്പോൾ ഈ ഒരു കറിയുടെ ടേസ്റ്റിന് ഒരു ചേഞ്ചസ് വരാറുണ്ട്. അതുകൊണ്ട് തന്നെ കടുകും വറ്റൽ മുളകും കറിവേപ്പിലയും മാത്രമായിട്ടാണ് താളിച്ച് കൊട്ടാറ്. അതുപോലെ തന്നെ മുളക് പൊടി ആഡ് ചെയ്യുന്ന സമയത്ത് മുളക് പൊടിയുടെ ക്വാണ്ടിറ്റി വളരെ കുറച്ചാണ് കേട്ടോ ഇടാറുള്ളത്. എരിവ് അധികം ഇല്ലാത്തത് തന്നെയാണ് ഈ കറിക്ക് ടേസ്റ്റ്. ഇനി നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു ഉപ്പേരിയാണ്. പപ്പായയോ കുമ്പളങ്ങയോ മത്തനോ ഏത് വെജിറ്റബിൾ യൂസ് ചെയ്തിട്ടാണെന്നുണ്ടെങ്കിലും ഇതേപോലെ തന്നെ ഉപ്പേരി ഉണ്ടാക്കാം കേട്ടോ. ഇതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഈ ചൗച്ചോ അല്ലെങ്കിൽ ബാംഗ്ലൂർ കത്രിക തന്നെയാണ്. അതിന്റെ തോലുകളെ ചെറിയ കഷ്ണങ്ങളായി മുറിച്ചെടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായി വരുമ്പോൾ കടുകിന്റെ കൂടെ തന്നെ ഉഴുന്ന് പരിപ്പ് കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് 4-5 ചെറിയുള്ളി അരിഞ്ഞതും കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്ത് വഴറ്റിയെടുത്തിട്ട് കൂടെ തന്നെ മഞ്ഞപ്പൊടിയും ഉപ്പേരിക്ക് ആവശ്യമായിട്ടുള്ള അത്രയും ക്വാണ്ടിറ്റിയിൽ ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടെ നല്ല രീതിയിലൊന്ന് ഇളക്കിയെടുത്തിട്ട് നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന കഷ്ണങ്ങളും തേങ്ങയും പച്ചമുളകും കൂടിയിട്ട് മിക്സിയിലിട്ടൊന്ന് കറക്കിയെടുത്തതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടെ നല്ല രീതിയിലൊന്ന് ഇളക്കി ചേർത്തിട്ട് വളരെ കുറച്ച് ക്വാണ്ടിറ്റിയിൽ വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്ത് അടച്ചു വെച്ച് വേവിച്ചെടുത്താൽ അടിപൊളി ടേസ്റ്റിലുള്ള ഉപ്പേരി അല്ലെങ്കിൽ തോരൻ റെഡി. നമ്മളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിനും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണും വരേക്കും ബൈ.